രണ്ട് സിനിമകളുമായി മോഹൻലാൽ, ഒരു സിനിമയുമായി മമ്മൂട്ടി. ഇവർ ബോക്സ് ഓഫീസിൽ പോരാടി. മോഹൻലാൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിച്ച ഒരു ഓണം സീസൺ. 1991 ഓണം. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1991 ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ സിനിമകളിൽ ഒരുപാട് സിനിമകൾ അതിൽ പ്രതീക്ഷ അർപ്പിച്ച, അതായത് സിനിമാ ലോകം പ്രതീക്ഷ അർപ്പിച്ച കുറച്ച് സിനിമകളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ അനശ്വരൻ. അതിൻ്റെ കാരണം തൊട്ട് മുമ്പത്തെ വർഷം ജോമോൻ എന്ന സംവിധായകൻ മമ്മൂട്ടി വെച്ച് ഒരു സൂപ്പർ ഹിറ്റ് അടിച്ചു, സാമ്രാജ്യം. സാമ്രാജ്യം സിനിമ ഇന്നും നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുരുത്തിരിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു രണ്ടാം ഭാഗമൊക്കെ വന്നിരുന്നു, സൺ ഓഫ് അലക്സാണ്ടർ എന്നായിരുന്നു അതിൻ്റെ പേര്. പക്ഷെ അത് വിചാരിച്ച പോലെ ഏറ്റില്ല. എന്തായാലും ആ ഒരു സിനിമയ്ക്ക് ശേഷം ഇതേ ടീം ഒന്നിക്കുന്നു. ശ്വേതാമേനോൻ നായികയായിട്ട് വരുന്നു, പുതുമുഖ നായികയാണ്. ഇളയരാജയുടെ സംഗീതം, SPB പാടുന്നു, പിന്നെ മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ കുറേ പ്രത്യേകത നിറഞ്ഞ ഒരു സിനിമയായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 15, ആ ഒരു ഓഗസ്റ്റ് 15, 14 ആ ഓണം സീസണോടനുബന്ധിച്ചിട്ട് തിയേറ്ററുകളിൽ എത്തിയ പ്രധാനപ്പെട്ട ഒരു സിനിമ അനശ്വരം. മറ്റൊരു സിനിമ ഭദ്രൻ. ഇതുപോലെ തന്നെ അയ്യർ ദി ഗ്രേറ്റ് കഴിഞ്ഞ് മമ്മൂട്ടിയും ഭദ്രനായിട്ട് ഒന്നിച്ച് അയ്യർ ദി ഗ്രേറ്റിന് ശേഷം മോഹൻലാലുമായിട്ട് ഭദ്രൻ ഒന്നിക്കുന്ന സിനിമ. അതിനു മുമ്പ് മോഹൻലാൽ ഭദ്രൻ്റെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, വില്ലനായിട്ടും നായകനായിട്ടും ഒക്കെ ഭദ്രൻ്റെ സിനിമകളൊക്കെ. പക്ഷെ മോഹൻലാലിൻ്റെ ഒക്കെ തുടക്കകാലത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ ഒന്നിക്കുന്ന ഒരു സിനിമയായിരുന്നു അങ്കിൾ പെൻ. അതിലെ പ്രത്യേകത നമുക്കറിയാം, മോഹൻലാൽ തടിച്ച് ഒരു അതായത് ഒരു ഒരു വേറെ തരത്തിലുള്ള ഭയങ്കര ഒരു കൗതുകം നിറഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു മോഹൻലാലിൻ്റെ അങ്കിൾ ബെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അങ്കിൾ ബെൻ സിനിമയുടെ പിന്നിൽ വർക്ക് ചെയ്തത് ഒരുപാട് പ്രഗത്ഭരാണ്. അതായത് അതിൻ്റെ കഥ ഹരി പോത്തനാണ്. എനിക്ക് തോന്നുന്നു ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കഥയാണ്. ഇതിൽ അതിൻ്റെ ടൈറ്റിൽ ക്രെഡിറ്റ്സ് നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹരി പോത്തൻ, പ്രതാപോത്തിൻ്റെ ചേട്ടൻ, പ്രശസ്ത പ്രൊഡ്യൂസർ, അദ്ദേഹം തന്നെയാണ് സുപ്രിയ ഫിലിംസ്, അവർ തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് അതിൻ്റെ എഴുതിയത് P. ബാലേന്ദ്രനാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ്, മ്യൂസിക് രവീന്ദ്രനാണ്, BGM ജോൺസനാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ അതിൻ്റെ ടൈറ്റിൽസ് ഒക്കെ വീണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ മേക്കപ്പ് ഭാനു സലീം. എനിക്ക് തോന്നുന്നു സലീം എന്ന് പറഞ്ഞാൽ പിന്നീട് മോഹൻലാലിൻ്റെ മേക്കപ്പ് മാനായിട്ട് മാറി. പിന്നെ സ്പെഷ്യൽ കോസ്റ്റ്യൂം ഡിസൈൻ ഫോർ ലാൽ മോഹൻലാൽ എന്ന് പറഞ്ഞത് സാബു സീറിലാണ്. അത് ഞാൻ ഈ അടുത്താണ് അത് ശ്രദ്ധിക്കുന്നത്. നമ്മൾ അന്ന് കണ്ടപ്പോഴോ അല്ലെങ്കിൽ പിന്നീട് പലപ്പോഴും കണ്ടപ്പോഴൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ അടുത്ത് ഞാൻ വീണ്ടും ആ സിനിമയുടെ ടൈറ്റിൽസ് ഒക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. അന്ന് സാബു സിറിലൊന്നും ഇന്നത്തെ ഒരു സാബു സിറിലായി മാറിയിട്ടില്ല. പിന്നെ ക്യാമറ KP നമ്പ്യാതിരിയാണ്. പക്ഷേ സ്പെഷ്യൽ ടെക്നിക്കൽ ഫോട്ടോഷൂട്ട് അത് വിൻസെന്റ്, ഫോട്ടോഗ്രാഫി, സ്പെഷ്യൽ ടെക്നിക്കൽ ഫോട്ടോഗ്രാഫി വിൻസെന്റും ജയനൻ വിൻസെന്റും, നമ്മുടെ പ്രഗത്ഭനായ മാസ്റ്റർ വിൻസെന്റ് മാഷും അദ്ദേഹത്തിന്റെ മകൻ ജയനൻ വിൻസെന്റും കൂടിയാണ് അത് ഒരുക്കിയിരിക്കുന്നത്, സ്പെഷ്യൽ ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രഗത്ഭർ വർക്ക് ചെയ്ത് വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ആ ഒരു സിനിമ അന്ന് തിയേറ്ററുകളിൽ എത്തിയത്. പിന്നെ ഒരു സിനിമയാണ് കിലുക്കം. സത്യത്തിൽ ഈ രണ്ട് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ കിലുക്കത്തിന് അന്ന് അത്ര വലിയ ഒരു ഹൈപ്പ് ഇല്ലായിരുന്നു. കാരണം അതിനു മുമ്പ് പ്രിയദർശൻ മോഹൻലാലിന്റെ വന്ദനം 89 ഇറങ്ങി, 88 അവരുടെ ചിത്രം ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററായി. അത് കഴിഞ്ഞിട്ട് 89 വന്ദനം ഇറങ്ങുന്നു. വന്ദനം കഴിഞ്ഞിട്ട് പിന്നെ 90 അക്കരെ അക്കരെ ഇറങ്ങുന്നു. പിന്നെ കുറച്ച് ലേറ്റ് റിലീസായ കടത്തനാടൻ അമ്പാടി ഇറങ്ങുന്നു. അപ്പോൾ ഇത്രയും സിനിമകളാണ് പ്രിയദർശൻ മോഹൻലാൽ അതിന് ശേഷം ചിത്രത്തിന് ശേഷം വന്നത്. പക്ഷെ ഇതൊന്നും അങ്ങനെ തിയേറ്ററിൽ വലിയ ബോക്സ് ഓഫീസ് അങ്ങനെ ഭയങ്കര സൂപ്പർ ഹിറ്റൊന്നും ആവാത്തത് കൊണ്ട് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, അന്ന് പ്രിയദർശൻ സ്ക്രിപ്റ്റ് എഴുതണ്ട എന്നുള്ള രീതിയിൽ ഒരു ചർച്ചയൊക്കെ വന്നു. അങ്ങനെ ആ ഒരു സിനിമ കിലുക്കത്തിന്റെ കഥ പ്രിയദർശൻ ഉണ്ടാക്കുന്നു, അതിൻ്റെ സ്ക്രിപ്റ്റ് വേണു നാഗവള്ളിയുടെ പേരിലാണ്. പക്ഷെ തമാശ രൂപേണ അതിൻ്റെ നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹൻ തന്നെ പിന്നീട് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഗാന്ധിമതി ബാദിലാണ് തോന്നുന്നു ആ ഒരു സിനിമയുടെ ഒക്കെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഗുഡ് നൈറ്റ് മോഹൻ നല്ല ലൊക്കേഷനിലൊന്നും പോരില്ല. ഗുഡ് നൈറ്റ് മോഹൻ്റെ ഷൂട്ടൊക്കെ തുടങ്ങി കുറേ ദിവസങ്ങൾക്ക് ശേഷം അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വേണുനാഗവള്ളിയുടെ സ്ക്രിപ്റ്റ് എങ്ങനെയുണ്ട്, സ്ക്രിപ്റ്റ് പോലെ തന്നെ ഷൂട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ സ്ക്രിപ്റ്റ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, നമുക്ക് അത് വേറൊരു കഥ ഉണ്ടാക്കാം എന്നുള്ള രൂപേണ, ഒക്കെ തമാശ രൂപേണ പറഞ്ഞു. കാരണം അത് പ്രിയദർശൻ തന്നെ അവരുടെ ലൊക്കേഷനിൽ ഇരുന്ന് മാറ്റി ചെയ്തു. പക്ഷേ വേണുനാഗവള്ളിയുടെ പേരിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. പക്ഷെ അത് പ്രിയദർശന്റെ ഒരു കഴിവ് തന്നെയാണ് ആ ഒരു സിനിമ. അന്ന് ആദ്യം ശ്രീനിവാസനെ ആലോചിച്ചിരുന്നു. ശ്രീനിവാസിന്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് ആ റോള് നിശ്ചൽ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ റോള് ജഗതി ശ്രീകുമാറിന് പോകുന്നു. അതുപോലെ അന്ന് അമലേനെ ഉദ്ദേശിച്ചിരുന്നു. അമല അന്ന് 1991 മാർച്ച് മുതൽ ഏപ്രിൽ വരെ, അതെനിക്ക് മാർച്ച് ഫസ്റ്റ് വീക്ക് മുതൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെ ഒരു
ഒരു മാസത്തെ ഡേറ്റ് എന്തോ അമല ഒന്ന് കൊടുത്തത്. പക്ഷെ ആ സമയത്താണ് അമല കല്യാണം കഴിഞ്ഞത്, പിന്നീട് പെട്ടെന്ന് അഭിനയം നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ രേവതിയിലേക്ക് പോയത്. രേവതിയിലേക്ക് പോയ ശേഷം ആ ഒരു സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും പ്രിയദർശൻ അതിൻ്റെ ക്ലൈമാക്സും സെക്കൻഡ് ഹാഫും ഒന്നും കിട്ടുന്നില്ല. ആ ഇടയ്ക്കാണ് ഈ എൻ്റെ സൂര്യപുത്രിക്ക് സിനിമ വരുന്നത്. അപ്പോൾ എൻ്റെ സൂര്യപുത്രിക്കിലും അമല ഇതേപോലത്തെ ഒരു അമ്മയെ തേടി വരുന്നതാണ്. അപ്പോൾ തമാശ രൂപേണ ഫാസിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ സിനിമയിൽ അച്ഛനെ തേടി പോകുന്ന നായിക ആക്കിക്കൂടെ. അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥയുടെ കാര്യമൊക്കെ. കിലിക്ക സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഥയുണ്ട് പറയാനായിട്ട്. എങ്കിലും ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു സിനിമയ്ക്ക് മറ്റ് 2 സിനിമകളെ വെച്ച് നോക്കുമ്പോൾ, അങ്കിൾ ബന്നും അതുപോലെ തന്നെ അനശ്വരത്തിനെ വെച്ച് നോക്കുമ്പോൾ പ്രതീക്ഷ കുറച്ച് കുറവായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ 4-മത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒറ്റയാൾ പട്ടാളം, TK രാജീവ്കുമാറിന്റെ സിനിമ. അതിൽ മധുബാല ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. മധുബാല ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു സിനിമ. അതും നല്ലൊരു സിനിമയായിരുന്നു. ശരത്തിന്റെ നല്ല പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു ഇന്നും നമ്മൾ അതിലെ പാട്ടുകളൊക്കെ ഇന്ന് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എനിക്ക് ജോൺസൺ മാഷിന്റെ ഒരു പ്രതാപകാലമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ രസകരമായിട്ട് ജോൺസൺ ചെയ്തിട്ടുള്ള ഒരു കലൂർ രവികുമാറിന്റെ സ്ക്രിപ്റ്റാണ്. ഒരു നല്ലൊരു സിനിമ തന്നെയായിരുന്നു. എങ്കിലും ഈ 4 സിനിമകളിൽ അന്ന് ബോക്സ് ഓഫീസ് തൂക്കിയത്, ആ ഓണം തൂക്കിയത് കിലുക്കം തന്നെയാണ്. നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. അന്ന് 60 ലക്ഷം രൂപയായിരുന്നു ആ സിനിമയുടെ ബഡ്ജറ്റ്. അന്ന് ശരിക്കും അതൊരു ഓവർ ബഡ്ജറ്റാണ്. അന്നൊരു 30 ലക്ഷം രൂപ 35 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് നോർമലി ഒരു മോഹൻലാൽ സിനിമയൊക്കെ തീർക്കുന്നത്. മാക്സിമം 40 ലക്ഷം രൂപ. എനിക്ക് ആ സമയത്ത് ഏതോ ഒരു സിനിമ, ഞാൻ പെട്ടെന്ന് മറന്നുപോയി, അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു സിനിമ 45 ലക്ഷം, അതായിരുന്നു അന്നത്തെ മോഹൻലാലിന്റെ ഒരു ആവറേജ് ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിനൊക്കെ കടത്തിവെട്ടി 60 ലക്ഷം രൂപയ്ക്കാണ് ആ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എത്തിയത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കോപ്പി കണ്ടിട്ട് നിർമ്മാതാവ് കുട്ടൻ മോഹന് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എന്നിട്ട് പറഞ്ഞു 1 കോടി രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ റൈറ്റ്സും പ്രിയദർശനോട്, എന്നാൽ ഹിന്ദി റൈറ്റ്സ് എന്തോ പ്രിയദർശൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 1 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ റൈറ്റ്സ് എടുത്തോളം പറഞ്ഞു. ആ സിനിമ 5 കോടി രൂപയുടെ അടുത്താണ് ഗ്രോസ് കളക്ഷൻ കിട്ടിയത്. അത് പിന്നെ നമ്മൾ ആ സിനിമയെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ പറയേണ്ട കാര്യമില്ല, അത് ഏത് ലെവലെത്തി എന്നുള്ള സിനിമ. അത് അന്യഭാഷയിലേക്കൊക്കെ റീമേക്ക് ഒക്കെ ചെയ്തു, പ്രിയദർശൻ തന്നെ ഹിന്ദിയിലൊക്കെ ചെയ്തു. പക്ഷെ അവിടെയൊന്നും ഈ ഒരു വിജയം ആവർത്തിക്കാൻ സാധിച്ചില്ല. മറ്റ് 2 സിനിമകളിൽ അങ്കിൾ ബൻ എനിക്ക് അന്നൊരു വലിയ വിജയമായില്ല. അത് ഈ കിൽക്കത്തിന്റെ ഒരു ഇതിൽ മുങ്ങിപ്പോയതായിരിക്കും. 2 സിനിമകൾ വരുമ്പോൾ ഒരു സിനിമയ്ക്കായിരിക്കും എപ്പോഴും ആളുകൾ അതിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്. അനശ്വരം അന്നൊരു ഭയങ്കര ഒരു ഫ്ലോപ്പായിരുന്നു. അത് മണിമ്പള രാജു എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർക്കും കുറെ നഷ്ടം വന്നു. ഒരു അപ്രതീക്ഷിത ഫ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഭയങ്കര ഒരു പ്രതീക്ഷയിലായിരുന്നു ആ ഒരു സിനിമയൊക്കെ ചെയ്തത്. ഒറ്റയാൾ പട്ടാളം ഇതുപോലെ അങ്ങനെ വലിയ ഒരു വിജയം ആയില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റു കളക്ഷൻ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ബോക്സ് ഓഫീസ് അന്ന് തൂക്കിയത് കിലുക്കം തന്നെയാണ്. അന്ന് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. കിലുക്കം അന്ന് തൃശ്ശൂർ ബിന്ദു തിയേറ്റർ, അതായത് മറ്റുള്ള എല്ലാ തിയേറ്ററുകളെക്കാട്ടും ഒരു മോശം തിയേറ്ററാണ്. അവിടെയാണ് അന്ന് സിനിമ തിയേറ്റർ കിട്ടിയത്. അനശ്വരം രാമദാസ് തിയേറ്ററിലാണ് അത് ഞാൻ കണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ ക്ലൈമാക്സ് എനിക്ക് ഓർമ്മയുണ്ട്. ആ വില്ലനെ ഒരു ജാവലിൻ ത്രോയിലൂടെയാണ് മമ്മൂട്ടി വില്ലനെ കൊല്ലുന്നത്, അതിൽ ഒരു വില്ലനെ കൊല്ലുന്നൊക്കെ. പിന്നെ അങ്കിൾ ബൻ തൃശ്ശൂർ ജോസ് തിയേറ്ററിലായിരുന്നു, അതും തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. ഒറ്റയാൾ പട്ടാളം തിയേറ്റർ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല, കാസറ്റാണ് കണ്ടത്. തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലായിരുന്നു. അതെ, സ്വപ്ന തിയേറ്ററിലായിരുന്നു. അപ്പോൾ ഇത്രയും സിനിമകളാണ് ആ ഒരു ഓണം സീസണിൽ എൻ്റെ ഓർമ്മയിലുള്ളത്. ഞാൻ അന്ന് തിയേറ്ററിൽ പോയി കണ്ടതൊക്കെ ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസുകൾ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നമുക്ക് ഷെയർ ചെയ്യുക.